നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ഇഡിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിനാലാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നത്. മദ്യനയ കേസിലെ സത്യം കെജ്രിവാൾ കോടതിയിൽ വ്യക്തമാക്കുമെന്നാണ് ഭാര്യ സുനിത ഇന്നലെ പറഞ്ഞത്. സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് പൊതുതാൽപര്യ ഹർജി ദില്ലി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഉച്ചയ്ക്ക് 2 മണിയോടെ കെജ്രിവാളിനെ ഇഡി കോടതിയിൽ ഹാജരാക്കും. കസ്റ്റഡി കാലാവധി ഇഡി വീണ്ടും നീട്ടി ചോദിക്കാനാണ് സാധ്യത. ഒരു തെളിവുമില്ലാതെയാണ് മുഖ്യമന്ത്രിയെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്ന വാദം കേജ്രിവാളിന്റെ അഭിഭാഷകൻ ഉയർത്തും. മദ്യനയ കേസിൽ സത്യം ഇന്ന് തെളിവ് സഹിതം കോടതിയിൽ വെളിപ്പെടുത്താനാകുമെന്നാണ് കേജ്രിവാളിന്റെ ഭാര്യ സുനിത പറയുന്നത്. മദ്യനയ അഴിമതി കേസിൽ കൂടുതൽ ആം ആദ്മി നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ നീക്കം. ഇതിന്റെ ഭാഗമായി ഗോവ AAP അധ്യക്ഷനടക്കം 4 പേരെ ഇഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ദില്ലി ഇഡി ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. ഗോവയുടെ ചുമതലയുള്ള AAP നേതാവ് ദീപക് സിംഗയുടെ വസതിയിൽ ഇഡി ഇന്നലെ പരിശോധന നടത്തിയിരുന്നു. മദ്യനയ അഴിമതിയിലൂടെ ലഭിച്ച പണം ഗോവയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിച്ചുവെന്നും ഗോവയിലെ സ്ഥാനാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ടെന്നും ഇഡി നേരത്തെ കോടതിയിൽ ആരോപിച്ചിരുന്നു. കേജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി ഇന്ന് ദില്ലി ഹൈക്കോടതി പരിഗണിക്കും. സുർജിത് സിംഗ് യാദവ് ആണ് ദില്ലി ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയത്.